അതിൻ്റെ ഉള്ളിൽ എലിയുടെ ഇതുണ്ട്, എലിനെ പിടിച്ചിട്ടുണ്ടാവും മിക്കവാറും. ഇവിടെ കയറുന്ന വൃത്തില്ല. ഇവിടെ മുകളിലൊക്കെ മറ്റേ എയർ മറ്റേ വല അടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ എല്ലാ തവണയും തുറന്നാലും ഇവിടെ തുണി വെച്ചടക്കും. മുകളിലൂടെ ഈ ഷീറ്റിൻ്റെ ഉള്ളിലൂടെ ഉണ്ടാവും പുളി ഒരു ദിവസം. അപ്പോൾ സ്നേക് മാനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ചേലക്കൂട്ടുകരയിലാണ്. ചേലക്കൂട്ടുകരയിൽ ഒരു വീടിൻ്റെ പുറകിൽ വർക്ക് ഏരിയ ആണത്. തൊട്ടപ്പുറത്ത് ബാത്റൂം. ഇവിടെ വർക്ക് ഏരിയയിൽ ഇവിടെ വീട്ടിൽ 2 പ്രായമായിട്ടുള്ള ആൾക്കാർ മാത്രമേ താമസിക്കുന്നുള്ളൂ. അപ്പോൾ ആ വീട്ടിലെ പ്രായമായിട്ടുള്ള അച്ഛനാണ് വീഡിയോ എടുത്ത് തരുന്നത്. ആൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ വർക്ക് ഏരിയയിൽ ഇവിടെ പഴയ മേശയും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് പേപ്പറുകൾ സാധനങ്ങളൊക്കെ ആയിരിക്കും. പഴയ കുറച്ച് സാധനങ്ങൾ വേറെ ഒന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അത്യാവശ്യം എലികളും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരാൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ മേശയുടെ ഈ വലിപ്പിൻ്റെ ഉള്ളിലാണ് പാമ്പിരിക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാം. ഞാൻ ഈ ഒരു ഗ്യാപ്പിനുള്ളിലൂടെ വീഡിയോ എടുത്ത് നോക്കി ഏത് പാമ്പാണെന്ന് അറിയാനായിട്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ചേരയാണ്. അപ്പോൾ ചേരയാണ്. തൊട്ടപ്പുറത്ത് ഒഴിഞ്ഞെടുക്കുന്ന കാട് പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എലിയെ ഫോളോ ചെയ്ത് വന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസ് എലികളെ വരുത്തും. എലികളെ ഫോളോ ചെയ്തിട്ടാണ് ചേര വരുന്നത്. ചേര ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ചേരേനെ പിടിച്ച് കൊണ്ടുപോകാനും ശ്രമിക്കുന്നില്ല. അപ്പോൾ നമ്മളിതിനെ റെസ്ക്യൂ ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് തന്നെ വിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് റെസ്ക്യൂലേക്ക് കിടക്കാം. അതിൻ്റെ ഉള്ളിൽ എലിയുടെ ഇതുണ്ട്, എലിനെ പിടിച്ചിട്ടുണ്ടാവും മിക്കവാറും. വലിയ സാധനം. പോട്ടെ, നേരെ അങ്ങോട്ട് പോകണ്ട കേട്ടോ. ആ ഒരു പറമ്പിലേക്ക് അത് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നേരെ അങ്ങോട്ട് കടന്നോളും. അങ്ങോട്ട് കടന്നോളും. ഒന്ന് ഇങ്ങോട്ടൊന്ന് കാണിക്കുക. കാണാണ്ട? ഓക്കെ, തൊട്ടപ്പുറത്ത് തന്നെ നമ്മളവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം. അത്യാവശ്യം കരപിടിച്ചിരിക്കുന്ന സ്ഥലമാണ്. പിന്നെ അപ്പുറത്ത് ഒഴിഞ്ഞിറങ്ങുന്ന പറമ്പുകളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളതിനെ സേഫായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ അവിടെ മൈൻഡ് അപ്പ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ജോജു സൈനിങ്. അപ്പോൾ താങ്ക്സ് അച്ഛാ.